വൃത്തികെട്ടവരെ ഇറങ്ങി വേണം, നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടാ. കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും ആരാരും കണ്ണുവച്ചു പോകും കന്നിക്കതിരായേ. ആരാ? എന്റെ മോനേതോ എരണം കെട്ടോളെ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയത് ഞാൻ അറിഞ്ഞു. എരണം കെട്ടോളല്ലമ്മേ, അരുണാക്കെ ജിമ്മന്റെ സ്ലിമ്മി. അയ്യാ, കണ്ടിട്ട് ജിമ്മി ചാരി വെച്ച കമ്പി പോലെ ഇരിക്കുന്നു. ശ്രീയേട്ടൻ ഇഷ്ടം. മോളൊന്നും ഇങ്ങോട്ട് നിന്ന്. എന്താ അമ്മ? അമ്മയ്ക്ക് ഇതവിടെ വെച്ചായിക്കൂടായിരുന്നോ? ഈ പാ ഞാൻ ഇവിടെ ഇട്ടിരുന്നെങ്കിൽ എന്റെ വീട് പറഞ്ഞേ. എവിടെടി അവൻ? പാവാങ്ങാൻ പോയേക്കുവാ. അവന്റെ ഒരു പറക്കും മോളെന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കേ. അതിന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറിയില്ലല്ലോ. ഇപ്പൊ കേറിയില്ലേ? ഇറങ്ങടി വെളിയോട്ട്. അപ്പോഴേ ശ്രീയേട്ടൻ പറഞ്ഞത് അമ്മ വീട്ടിൽ കയറ്റത്തില്ലെന്ന്. അവന്റെ സ്വഭാവം വെച്ച് അമ്മ വീട്ടിലെന്നല്ല ഒരു വീട്ടിലും കയറ്റാൻ കൊള്ളൂല. അതല്ല, ഈ അമ്മ ഈ വീട്ടിൽ കയറ്റത്തില്ലെന്ന്. എന്തറിഞ്ഞിട്ടാ? ഇവൻ 10ാം ക്ലാസ് പഠിക്കുമ്പോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് ഞാൻ വിളക്ക് പിടിച്ച് കയറ്റി. 10 തോറ്റപ്പോഴും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് ഞാൻ വിളക്ക് പിടിച്ച് കയറ്റി. എനിക്ക് എവിടെ നിന്നെങ്ങാണ്ടോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് ഞാൻ വിളക്കും പിടിച്ച് കയറ്റി. അമ്മയ്ക്ക് അതേപോലെ എന്നെ ഈ വീട്ടിലോട്ട് കയറ്റിക്കൂടെ? നീ വെറും കയ്യോടല്ലേ വന്ന്? വിളക്ക് എവിടെ? അത് പറ. അപ്പൊ നിങ്ങൾ വിളക്ക് മാത്രമേ ഈ വീട്ടിൽ കയറ്റത്തുള്ളല്ലേ? ദാണ്ടേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ശ്രീയേട്ടന്റെ മുറിയിലെ ഞാൻ കിടക്കും. ഇറങ്ങടി മുറ്റത്തേക്ക്. ശ്രീയേട്ടൻ കിടക്കുന്നിടത്തെ ഞാൻ കിടക്കൂ. അതെന്നെ പറഞ്ഞത് മിറ്റത്തേക്ക് ഇറങ്ങി. അവൻ മിറ്റത്താണ് കിടക്കുന്ന പായ വിരിച്ചോണ്ട്. അവനോ എടി ഇന്നാളൊരു യക്ഷി ഇവന്റെ മുമ്പിൽ വന്ന് പെട്ട് പറഞ്ഞു നിന്നെ ഞാൻ കൊല്ലൂടാന്ന്. പക്ഷെ ഇവളോടോ ഇവൻ ചെവിയിൽ എന്തോ ഒന്ന് പറഞ്ഞ് കേട്ട പാടെ യക്ഷി കാലിൽ വീണ് പറഞ്ഞു എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടൻ എന്നെക്കാളും നല്ല യക്ഷീനെ വേറെ കിട്ടും, എന്നെ ഉപദ്രവിക്കരുതെന്ന്. എന്നാലും ശ്രീയേട്ടൻ എന്തായിരിക്കും പറഞ്ഞത്? ഹായ്. അയ്യോ, ഇതൊക്കെ ചെറുത്. മോക്കൊരു കാര്യം അറിയോ? ഞാൻ ഇവനെയും കൊണ്ട് ബസ് പോകുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കും, ഇവ ഉണ്ടായതിന് ശേഷമാണ് സേഫ്റ്റി പിന്ന് കണ്ടുപിടിച്ചത്. മോൾ ഇവന്റെ പുറത്തെ പാട് കണ്ടിട്ടുണ്ടോ? ടാറ്റു അല്ലേ? ടാറ്റു അല്ല, പെമ്പിള്ളേര് പിന്ന് വെച്ച് കുത്തി കീറി കൊടുത്തത്. അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവത്തില്ല. അവിടെ നനങ്ങൂല. ഇല്ല. അത് മിനിറ്റിന് തേങ്ങ വീണ തെങ്ങാണ്. ഈ തെങ്ങോ? അമ്മ ചുമ്മാ കള്ളം പറയാതെ. ഞാൻ പറഞ്ഞില്ലേ മിനിറ്റിന് തേങ്ങ വീണ തെങ്ങാ അത്. എന്നിട്ട് ഈ തെങ്ങിൽ ഒരു തേങ്ങ പോലും കാണുന്നില്ലല്ലോ. അയ്യോ, ഇതൊന്നും കേൾക്കാനും കാണാനുള്ള ത്രാണി എനിക്കില്ലേ. മേലോട്ട് വിളിക്കണേ. അമ്മ പോയാ ഞങ്ങൾക്ക് കാര്യമില്ല. എന്റെ കാര്യമില്ല, നിന്റെ കാര്യമാ. നിനക്ക് വേണേ ദേഷ്യമുള്ള ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ത് ചെയ്യും? അതല്ലേ പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാന്ന്. എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഐഡിയ ഉണ്ടോ? നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ചാലോ? അയ്യോ, അവൻ എവിടുന്ന് കിട്ടിയടി നിന്നെ? ഇൻസ്റ്റേന്നാ. അപ്പൊ മാസം അടയ്ക്കോ അല്ലെങ്കിൽ ആഴ്ചയിൽ അടയ്ക്കോ? എന്ത് ഇൻസ്റ്റാൾമെന്റിന് കിട്ടിയെന്ന് പറഞ്ഞു? അതല്ല, ഏട്ടൻ ഇൻസ്റ്റയിലെ തണ്ണിമത്തം കടിച്ചു തിന്നോണ്ട് റീൽ എടുത്തില്ലേ, അത് കണ്ടിഷ്ടപ്പെട്ടതാ. തണ്ണിമത്തം കടിച്ചു പിടിച്ചല്ല, 5 കുറ്റി പുട്ടു കയറ്റിയതിനു ശേഷം എന്റെ കുറ്റി പുട്ടും കൂടെ വേണമെന്ന് പറഞ്ഞു ഞാൻ പുട്ടുകുറ്റിയോട് ചുണ്ടടിച്ച് കയറ്റി കൊടുത്തത്. എന്നിട്ട് പാടിയത് കേട്ടില്ല നീ? ഒരു കാച്ചുമൂളണ് എന്നിട്ട് ആ ചുണ്ടും കണ്ടോട് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു പെണ്ണ്. അപ്പൊ അമ്മ ആരാ പുട്ടുമൊട്ടിച്ചത്? അമ്മ, ഒരു പെണ്ണൊക്കെ വന്നില്ല, ഇനി എല്ലാം റെഡിയാവും. അരിമില്ലിൽ പോയിട്ട് പൊടിപ്പിക്കുന്ന തുണി തൂക്കിയിട്ട് കണ്ടിട്ടേ അവിടുത്തെ പൊടിപ്പിക്കുന്ന ചേച്ചി തിരിഞ്ഞു നിൽക്കുന്നെന്നും പറഞ്ഞ് ഓടിപ്പോയി ഉമ്മ വെച്ചവനാണ് അവൻ. അമ്മയ്ക്ക് പ്രേമത്തിനെ പറ്റി എന്തറിയാം? എനിക്കറിയാം, ഞാനും പ്രേമിച്ചിട്ട് തന്നെ കെട്ടിയത് ഒരാണിനെ. പിന്നെ പെണ്ണിനെ ആരെങ്കിലും പ്രേമിക്കുമല്ലോ. എന്റെ അങ്ങനെ ഒരു പെണ്ണിനെ പ്രേമിച്ചത്. അയ്യോ, അമ്മയാണെന്ന് നോക്കൂല, തൊട്ട് തൊഴുതിട്ട് ഞാൻ അടിക്കും. നിനക്ക് കൂടെ പറഞ്ഞവരായിട്ട് ആരും ഇല്ലേടി? 30 പേരുണ്ട്. 30 പേരാ? എന്റെ അമ്മ സർക്കാർ ആശുപത്രിയിലാണ് പ്രസവിച്ചത്. അന്ന് കൂടെ പ്രസവിക്കാൻ 30 പേരുണ്ടായിരുന്നു. അല്ലേലും ഇതൊന്നും എല്ലാ കാലത്തും ശരിയാവൂല. ചൂല് നേരെ കെട്ടി വെച്ചില്ലെങ്കിൽ ഇന്നും ഇന്നലെ എന്നല്ല എല്ലാ കാലത്തും ഇരിക്കും. മര്യാദ സംസാരിച്ചില്ലേ പല്ലടിച്ചാൽ തറയിലിടും. തറയിലിടല്ലേ, പെരപ്പുറത്തിടാവോ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കൊച്ചിന് കോന്ത്രം പല്ല് വരും. കോന്ത്രം പല്ല്. അങ്ങനെ എന്നെ പറഞ്ഞു വിടാന്ന് വിചാരിക്കണ്ട. ശ്രീയേട്ടന്റെ വീടാണെങ്കിൽ ഈ വീടിന്റെ ഭാഗം കൊണ്ട് ഞാൻ പോവും. ശ്രീയേട്ടൻ ഇഷ്ടം. എന്താ അത്? അല്ല, വീടിന്റെ പകുതി വേണമെന്ന് പറഞ്ഞു. അയ്യോ, എന്റെ ചെക്കന്റെ ഭാവി ഇവളായിട്ട് അങ്ങ് നശിപ്പിക്കും. അവനെ പഠിപ്പിച്ച് IAS ആക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. ഫസ്റ്റ് നിങ്ങളെ മോനല്ലേ ഹർത്താലിന്റെ അന്ന് ഡോക്ടർക്കും ആംബുലൻസിന് മാത്രമേ പുറത്തിറങ്ങാവുള്ളൂ പറഞ്ഞപ്പം സ്വന്തം കോടയിൽ ഡോക്ടറിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിറങ്ങിയവനാണ് അവൻ. അവന്റെ IAS. അമ്മ, എന്നാലും എനിക്ക് ശ്രീയേട്ടനെ ഭയങ്കര ഇഷ്ടം. അമ്മ സ്വന്തം മോളായിട്ട് കണ്ട് എന്നെ ഈ വീട്ടിൽ കയറ്റണം. പിന്നെ സ്വന്തം മോനെ ഞാൻ വീട്ടിൽ കരുതില്ല, പിന്നല്ലേ കണ്ടവളെ നീ ഇറങ്ങി എടി LED ട്യൂബിലെ പല്ലി. ഇനി ഒരു ഒറ്റ നിമിഷം പോലും നിന്നെ ഇവിടെ കളരുത്. ഇപ്പൊ തന്നെ ഇവിടെ ഇറക്കി കൂടി. മോളെ, എന്താ ഇവിടെ പറഞ്ഞേ? ഇനി ഒരൊറ്റ നിമിഷം ഈ വീട്ടിൽ നിൽക്കാതെ ഇപ്പൊ ഇറങ്ങി പൊയ്ക്കോണം. മോൻ വരുമ്പോ മോള് പറയണം, നിങ്ങൾക്ക് 2 പേർക്കൂടി ഞാൻ പ്രാർത്ഥിക്കും. പോട്ടാ, അതൊന്നും എടുത്തരോ? പോയേട്ടാ. അയ്യോ, അമ്മ പോയി.